ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഗോപാലേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒന്നും കരുതിയില്ല. ഞാനിപ്പ ചെന്ന് കണ്ടു, നമ്മുടെ കൃഷ്ണമോള് തന്നെ, ഒരു മാറ്റൂല. സിത്താര മാഡത്തിന്റെ മോളാ. ആളുകൾ തമ്മിൽ ചെറിയ സാമ്യമൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഉണ്ടാവൂ? ഇതിലെന്തോ രഹസ്യമുണ്ട്. നമുക്കിപ്പോ തന്നെ കൃഷ്ണയെ വിളിച്ചോന്ന് ചോദിച്ചാലോ? ഇങ്ങനെ ഒരു കൂടപ്പുറപ്പുണ്ടെങ്കിലേ അവൾക്കറിയാതിരിക്കോ? ഏയ്, കൃഷ്ണമോൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞതില്ലേ? അതിനിടയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇത് കൃഷ്ണയ്ക്ക് അറിയില്ല. പിന്നെ സത്യം അറിയാൻ എന്തോ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. നാട്ടിലേക്ക് പോണം, കൃഷ്ണയുടെ അമ്മയെ കാണണം. അതിന് നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാല്? നാട്ടിലേക്ക് പോണമെങ്കിൽ ദുബായ്ക്കാരനാവണം. എന്തായാലും പോണം സുനന്ദേ. ഒന്നാമത് നമ്മളെ ഇത്രയും സഹായിച്ച കൃഷ്ണയുടെ അമ്മയുടെ കാര്യം, രണ്ടാമത് ഈ രഹസ്യം. രണ്ടും തീർത്തിട്ടേ നാട്ടിൽ നിന്ന് തിരിച്ചു വരാവൂ. എപ്പോഴും പോകുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാറുള്ളല്ലേ? അതിനിപ്പോ എന്താ വഴി? അതിനെന്തെങ്കിലും മാർഗം കാണാം. നീ ആദ്യം മാഡത്തിനോട് പോയിട്ട് 2-3 ദിവസം ലീവ് കിട്ടുമെന്ന് നോക്കും. അത് നടക്കുന്ന കാര്യമൊന്നും തോന്നില്ല. ചോദിച്ചു നോക്കാന്നേ ഉള്ളൂ. ആർക്കെങ്കിലും അസുഖമാണെന്ന് പറ, പോയി വന്നേ പറ്റുമെന്ന് പറ. ഞാൻ ചോദിക്കാം. എന്തായാലും എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞെട്ടിയൊരു കാര്യമില്ല. ഒരുപോലുള്ള 2 പെൺകുട്ടികൾ, ഒരാൾ കൊട്ടാരത്തിലും മറ്റേയാൾ കുടിലും. അമ്മ വല്ലാണ്ട് പേടിച്ചോ? ആർക്ക് പേടി? എന്തിനാ ഞാൻ പേടിക്കുന്നേ? ഈ പൊട്ടിത്തകർന്ന ജീവനും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പേടിയല്ല, മടുപ്പാ. അമ്മേ, അതേടി മോളെ, അമ്മയുടെ ശ്വാസം ഇനി അധിക കാലത്തേക്കില്ല. അതമ്മയ്ക്ക് നന്നായിട്ടറിയും. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന? അമ്മയുടെ അസുഖം മാറും. അമ്മ ഇനി കുറെ കാലം ജീവിക്കുകയും ചെയ്യും. ഞാനല്ലേ പറയുന്ന? ശരി, മാറട്ടെ. അമ്മ കിടന്നു. ഇന്ന് നീ എന്റെ അടുത്ത് കിടക്ക. നീ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ എന്റെ അസുഖമൊക്കെ അതോടെ മാറിക്കോളും. എങ്കിൽ ശരി, അതാണ് അമ്മയുടെ മരുന്നെങ്കില് ഞാൻ അമ്മയുടെ അടുത്ത് തന്നെയുണ്ട്. വാ. ഒരു രോഗവും അമ്മയുടെ അടുത്തേക്ക് വരില്ല. അഥവാ വന്നാല് ഞാൻ തടഞ്ഞു നിർത്തിക്കോളാം കേട്ടോ. നീ അല്ലേടി അമ്മയുടെ ധൈര്യം. നീ അടുത്തുള്ളപ്പോ അമ്മയ്ക്ക് കാലിനെ പോലും പേടിയില്ല.